ഇങ്ങനെ രണ്ട് കാലങ്ങളെ കണക്ട് ചെയ്യുന്ന ഒരു കഥയുടെ നറേറ്റീവ് ഏത് സമയത്ത് വേണമെങ്കിലും പാളിപ്പോകുവാനുള്ള സാധ്യതയുണ്ട്. അവിടെ പറയുന്ന കഥ പ്രേക്ഷകർക്ക് എപ്പോഴെങ്കിലും ഒക്കെ കണക്ട് ചെയ്യാതെ പോകുകയും ചെയ്യാം. എന്നാൽ ഈ ഒരു വെല്ലുവിളി ഏറ്റെടുത്ത് ആ കഥയോടൊപ്പം പ്രേക്ഷകരെ ഒട്ടും മുഷിച്ചിലില്ലാതെ കൊണ്ടുപോകുവാൻ തിരക്കഥയ്ക്ക് ആകുന്നു എന്നതാണ് ഞാൻ ആ പറഞ്ഞ ശക്തി. രണ്ടാമത്തെ ശക്തി ജോഫിൻ ചാക്കോയുടെ സംവിധാനം തന്നെയാണ്. ഭൂതകാലത്തിൽ നടന്ന ഒരു സംഭവം, അതും ഒരു സിനിമയുടെ ബാക്ക്ഡ്രോപ്പിൽ നടന്ന ഒരു കൊലപാതകവും, ഒപ്പം തന്നെ വർത്തമാനകാലത്തിൽ അതന്വേഷിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനും, രണ്ടിനെയും ഒരേപോലെ കൂട്ടിയിണക്കി എന്താണ് ഏതാണ് എന്ന് പ്രേക്ഷകർക്ക് യാതൊരു അർത്ഥശങ്കയ്ക്കും ഇടയില്ലാത്ത വിധത്തിൽ പറയുവാൻ കഴിഞ്ഞ ഒരു കൈയടക്കമാണ് ജോഫിൻ ചാക്കോ ഈ ചിത്രത്തിൽ സൃഷ്ടിക്കുന്ന മാജിക്. 40 വർഷങ്ങൾക്ക് ശേഷം യാതൊരു ക്ലൂവുമില്ലാത്ത ഒരു കോൾഡ് കേസ് അത് അന്വേഷിച്ച് കണ്ടെത്തുന്ന ഒരു മികവാണ് ഈ ത്രില്ലർ ചിത്രത്തിൻ്റെ ഭംഗി. ആസിഫ് അലിയുടെ പ്രോട്ടഗോണിസ്റ്റ്. യഥാർത്ഥത്തിൽ 2024 ആസിഫ് അലിയുടെ വർഷമായിരുന്നു. തലവനിൽ തുടങ്ങി ലെവൽ ക്രോസിലൂടെ, കിഷ്കിന്ധാകാന്ഡത്തിലൂടെ, ഇപ്പോഴിതാ 2025 രേഖാചിത്രത്തിലേക്ക് എത്തുമ്പോൾ ആസിഫ് അലി എന്ന നടൻ്റെ അഭിനയത്തിൻ്റെ ഗ്രാഫ് കുത്തനെ ഉയരുന്നതാണ് മലയാളികൾ കാണുന്നത്.